നമ്മൾ സൂചിപ്പിച്ചു പരപ്പനങ്ങാടിയിലെ അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പുറത്തു വരുന്നുണ്ട്. വ്യാപകമായ മണ്ണിടിച്ചിലാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ഗുരുതരമായ മണ്ണിടിച്ചിൽ. ആ ദൃശ്യങ്ങൾ കാണാം. അതിൻ്റെ ഒരു ഭീകരത എത്ര വലുതാണ് എന്ന് വളരെ വ്യക്തമാകും. നോക്കൂ, റോഡിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുമ്പോഴാണ് ഈ രീതിയിൽ വീണ്ടും മണ്ണിടിച്ച് വീഴുക എന്നൊരു സാഹചര്യം ഉണ്ടായത്. എത്ര വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് എന്നതാണ് ഈ ദൃശ്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഒരു പ്രദേശം പൂർണ്ണമായി തന്നെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതായത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു എന്നറിഞ്ഞ് അവിടെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി കൂടി നിൽക്കുമ്പോഴാണ് വീണ്ടും അവിടെ മണ്ണിടിഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യത്തിൻ്റെ ഈ തീവ്രത വളരെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഗുരുതരമായ സാഹചര്യം മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുന്നു. ഇത് നേരത്തെ നൽകിയ മുന്നറിയിപ്പാണ്. മലയോര മേഖലകളിലടക്കം മണ്ണെടുപ്പടക്കം നിയന്ത്രിച്ച് നിരോധനം ഉള്ളതാണ്. അത് മറികടന്നുകൊണ്ട് പ്രവർത്തനം നടന്നു എന്ന ആക്ഷേപമുണ്ട്. വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആളുകൾ ഓടി മാറുന്നടക്കം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരിക്കൽ കൂടി ദൃശ്യങ്ങൾ. ജിഷാദ് വളാഞ്ചേരി തുടരുന്നുണ്ട്. ജിഷാദ്, ഇത് വലിയ അതിരൂക്ഷമായ മണ്ണിടിച്ചിലാണ് ഉണ്ടാവുന്നത്. ജിഷാദ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതായത് മാധ്യമപ്രവർത്തകരടക്കം അവിടെ നിൽക്കുമ്പോഴാണ് വീണ്ടും അവിടെ മണ്ണിടിയുന്ന അവസ്ഥ ഉണ്ടായത്, അങ്ങനെയല്ലേ? സജിത്ത്, രാവിലെ 9:30 മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. മലപ്പുറം പാണക്കാട് പ്രദേശത്താണ് ഈ വലിയൊരു മണ്ണിടിച്ചിൽ നടന്നത്. ആളുകളെ മുൻകൂട്ടി ഈ ദുരന്തമുഖത്ത് ഒഴിവാക്കിയത് കാരണം വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. പോലീസ് ഉദ്യോഗസ്ഥരും പലപ്പോഴും ചേർന്ന് നാട്ടുകാരെ ചേർന്ന് ഈ മേഖലയിൽ നിന്ന് നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബാരിക്കേഡ് സ്ഥാപിച്ച് ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. അത് കാരണം തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഈ അപകടം ഒഴിവായത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ അനധികൃതമായി മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കാരണം തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത്. നഗരസഭയുടെയോ അല്ലെങ്കിൽ മറ്റ് അനുമതികളോ ഇല്ലാതെയാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നത്. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിന്റെ വീടിന്റെ 200 മീറ്റർ അകലെയാണ് ഈ അനധികൃത നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. സംഭവത്തെക്കുറിച്ച് ഉടൻ തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റോപ്പ് നൽകി ഈ നിർമ്മാണം നിർത്തിവെക്കാൻ കഴിഞ്ഞതിനാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഏതാനും മീറ്ററുകൾക്കകലെ ഒരു സ്കൂളുണ്ട്, സ്വകാര്യ സ്കൂൾ. അതും അവിടെ, അതായത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളടക്കമുണ്ടായിരുന്നു. എന്തായാലും ഇവരെയെല്ലാം സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് ഈ അപകടം നടക്കുന്നത്. മലപ്പുറം, അതായത് പരപ്പനങ്ങാടി സ്റ്റേറ്റ് ഹൈവേയിലാണ് ഈ അപകടം നടക്കുന്നത്. എന്തായാലും ഈ മണ്ണിടിച്ചിൽ ആർക്കും, അതായത് ഒരാളും ഇതിൽ അകപ്പെട്ടില്ല എന്ന് വലിയൊരു ഭാഗ്യം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സജിത്ത്, യെസ്, അതിഭീകരമായ മണ്ണിടിച്ചിലാണ്. ആദ്യം മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായി എന്നറിഞ്ഞ് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും നോക്കി നിൽക്കുകയാണ് വീണ്ടും ഒരു പ്രദേശത്ത് നിന്ന് ഒരു കുന്നിടിഞ്ഞ് പൂർണ്ണമായും വരുന്നത്. അത് എത്ര ഭീതിതമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്ന് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഒരു പ്രദേശത്തെ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയാണ്. വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം ആരെങ്കിലും അവിടെ നിന്നിരുന്നെങ്കിൽ ആ മണ്ണിനടിയിൽപ്പെട്ടു പോകുമെന്ന് ഉറപ്പാണ്. കാരണം അത്ര വലിയ രീതിയിലാണ് ഒരു പ്രദേശം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അവിടെ ആ റോഡും മറികടന്ന് പിന്നീട് തൊട്ട് സമീപത്തുകൂടെ ഒഴുകുന്ന പുഴയിലേക്ക് ആ മണ്ണ് പോയി പതിച്ചു എന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് അവിടെ ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? അതിന് വ്യക്തമായ ഒരു ഉത്തരം കൂടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവണം. കാരണം ഇതൊരു സാധാരണ അപകടമാണോ, ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുന്നതാണോ എന്നാണ് സാഹചര്യം. ജിഷാദ്,
ഈ മലപ്പുറത്ത് മഴയുടെ സാഹചര്യം ഇപ്പോൾ എത്രമാത്രമാണുള്ളത്? ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പ്രധാനപ്പെട്ടതാണല്ലോ. നേരത്തെ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന മേഖലയാണോ? അപകട സൂചനയും ഭീഷണിയും ഉണ്ടായിരുന്ന ഇടം തന്നെയാണോ ഈ സ്ഥലം? സജിത്ത്, അത് തന്നെയാണ്. അതായത് ഈ അപകട മേഖല മുൻകൂട്ടി തന്നെ നാട്ടുകാര് മുൻകൂട്ടി അധികൃതരോട് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപകടം നടക്കുന്നതിന് കുറച്ചു മുമ്പ് തന്നെ. അതുപോലെ തന്നെ സ്റ്റോപ്പ് മെമ്മ അതുപോലെ തന്നെയുള്ള നടപടികൾ അതായത് അധികൃത ഭാഗത്തു നിന്ന് കൊടുക്കുന്നതിന് മുമ്പാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. മലപ്പുറം ജില്ലയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് ആണ്. അതുപോലെ തന്നെ നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് വേങ്ങര PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയുടെ വീടിന് 200 മീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. തൊട്ടടുത്ത് പുഴയാണ്. അതുപോലെ തന്നെ ഈ കുന്ന് ഇടിഞ്ഞ് പോരുകയായിരുന്നു ഈ മഴയിൽ. വാഹനങ്ങളോ മറ്റു ആളുകളോ അവിടെ ഇല്ലാതിരുന്നത്, അതായത് ഈ പോലീസിന്റെ ഒരു സംയോജ്യമായ ഇടപെടൽ കാരണം വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. ആളുകളെ നിയന്ത്രിക്കാനും വാഹനങ്ങളെ അതുവഴി കടത്തിവിടാതിരുന്നതും ഈ അപകടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ഇടയായി. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ്. അതായത് ഈ അപകടം നടക്കുന്ന മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ സുരക്ഷാ സേനയും ഈ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ബാരിക്കേഡിന്റെ അപ്പുറത്തായിരുന്നു നാട്ടുകാരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും അതായത് TDRF അതായത് സുരക്ഷാ സേനയും ഉണ്ടായിരുന്നത്. എന്തായാലും അപ്പൊ തന്നെ ഈ മണ്ണിടിഞ്ഞ് കണ്ടിട്ട് നാട്ടുകാരും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. ജില്ലയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. 92 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എല്ലാ പുഴകളും അതുപോലത്തെ നദികളും എല്ലാം കരകയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സജിത്ത്. ഗുരുതരമായ സാഹചര്യമാണ് രൂപപ്പെടുന്നത്. മലപ്പുറത്തെ മണ്ണിടിച്ചിൽ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭീതിതമായ അവസ്ഥ. എത്ര വലിയ പ്രദേശമാണ്, ഒരു കുന്നിൻ ചെരുവാണ്. ആ ചെരുവ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നു എന്നതാണ് സംഭവിച്ചത്. അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാവാം. അത് ആര് എന്താണ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഒരുപക്ഷേ ഏറെ തിരക്കേറിയ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു ഈ അപകടമെങ്കിൽ എത്ര വലിയ ഒരു അപകടമായി അത് മാറിയേനെ എന്നതാണ്. ആ കുന്നിൻ ചെരുവിൽ നിന്ന് തെങ്ങും അടക്കം റോഡിലേക്ക് വന്ന് പതിക്കുന്ന സാഹചര്യമാണ്. സമീപത്തെ പുഴയിലേക്ക് പോയി മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. എല്ലാവരും അവിടുന്ന് ഓടി മാറി. അതുകൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത്. അതല്ലെങ്കിൽ വലിയ അപകടം, ആൾനാശമടക്കം ഉണ്ടാവുമായിരുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. പക്ഷേ എന്തായാലും അവിടെ ഇപ്പം സാഹചര്യമുണ്ടായി. മലപ്പുറം പാണക്കാട് എടായിപ്പാലത്താണ് സംഭവം ഉണ്ടാവുന്നത്. ഇപ്പോഴും അവിടെ മണ്ണിടിച്ചിൽ തുടരുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ മലപ്പുറം പാണക്കാട് അപകടമുണ്ടാവുന്നത്. ഒരു പ്രദേശമാകപ്പാടെ ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു.
മണ്ണിടിച്ചിൽ വാർത്തയറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരടക്കം അവിടെ നിൽക്കുകയാണ്. ഇത് വലിയ പ്രദേശം വീണ്ടും അവിടെ ഇടിഞ്ഞു വീഴുന്നത് വലിയ അപകടമാണ് ഉണ്ടായത്. കാരണം എത്ര വലിയ പ്രദേശമാണ്, മേഖലയിലെ ഗതാഗതം അടക്കം പൂർണ്ണമായി നിർത്തിവെച്ചു. കാരണം ആ രീതിയിലുള്ള ഗുരുതരമായ സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. നഗരസഭയുടെ ഭാഗം തന്നെയാണ്, മലപ്പുറം നഗരസഭയുടെ ഭാഗം തന്നെയായ പ്രദേശമാണ്. അനുമതിയില്ലാതെയുള്ള മണ്ണെടുപ്പാണോ നടന്നത്, മഴയിൽ മുന്നറിയിപ്പുണ്ടായിട്ടും മണ്ണെടുപ്പ് തുടർന്നോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അവിടുത്തെ പ്രദേശത്തെ ജനപ്രതിനിധികളുടെ അടക്കം പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആളുകളുടെ പ്രതികരണം കൂടി നമ്മൾ തേടുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത് കൂടി വിശദമായി പരിശോധിക്കേണ്ടി വരും. എന്തായാലും വലിയ തരത്തിൽ ഉള്ള ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. വലിയൊരു മണ്ണിടിച്ചിലാണ്, വലിയ അപകടമാണ് ഉണ്ടായത്. ജാഗ്രത കേട്ടതുകൊണ്ട് വലിയ അപകടമാണ് ഉണ്ടായത്. ആ